നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബാക്ക് പാക്കർ അരുണമേൻ എല്ലാവർക്കും ബാക്ക് പാക്കർ എന്ന് പറയുന്ന ചാനൽ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. ഇന്ന് അത് പെൺകുട്ടി ആഫ്രിക്കൻ ഒരു രാജ്യത്ത് പോയി ഒരു സ്പാ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ, നമ്മളിപ്പോൾ എല്ലായിടത്തും കേരളം മുഴുവൻ കേട്ട് നിൽക്കുന്ന ഒരു വിവാദമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം, മസാജ് സെന്ററുകളെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ. ആ പെൺകുട്ടി, നമുക്ക് ആ വിഷുവിന് കാണാം. ബാക്ക് പാക്കർ അരുണിമ എന്താണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഒരു പെൺകുട്ടിക്ക് ഇത്രയും നാണവും മാനവും ഒന്നുമില്ലാതെ ഇത്രയും വലിയൊരു വൃത്തികേട് ചെയ്യാൻ പാടുണ്ട്? നിങ്ങൾ കണ്ടുനോക്ക്. ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണ്? നമ്മുടെ കേരള സമൂഹത്തിന് ചേരുന്നതാണ്? നമുക്ക് നോക്കാം, വിഷ്വൽസിലേക്ക് പോവാം. പേരുണ്ടായിരുന്നു ബാക്ക് പെയിൻ. അപ്പോൾ മസാജ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു റിലീഫ് ഫീൽ ചെയ്യും കേട്ടോ. അതിനാണ് ഈ മസാജ് ഒക്കെ ചെയ്യുന്നത്. ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാം കുറേ നടക്കുന്നല്ലേ, അപ്പോൾ ആഫ്രിക്കയിലെ ഒരു സ്ഥലത്താണ് പോയേക്കുന്നത്. നല്ല അടിപൊളി ഫീലാണ് കേട്ടോ. പിന്നെ ആൺകുട്ടികൾ എന്താ പറയണ്ടേ, ഒരു നേക്കഡ് ആയിട്ടുള്ള ഒരു ഇതിന് മുമ്പ് അവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഹാൻഡും ആണ്. അങ്ങനെ പ്രശ്നമില്ല. അവർ ശരീരമൊക്കെ കാണുമ്പോൾ വിചാരിക്കും തീരെ സോഫ്റ്റ് അല്ല എന്നുള്ളത്, പക്ഷേ സോഫ്റ്റ് ആണ്. നമ്മളിപ്പോൾ ഇത്രയും നേരം കണ്ടു. കാരണം നമ്മളെ കൊണ്ട് നമ്മുടെ ചിന്താശേഷിക്ക് അപ്പുറമാണ് അല്ലേ, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് അപ്പുറമാണ്. എന്തൊരു വൃത്തികേടാണ് അവർ കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അത് ചിത്രീകരിച്ച് ഈ ന്യൂഡായിട്ടുള്ള സംഭവങ്ങൾ ചിത്രീകരിച്ച് വിഷ്വലാക്കി ഈ സോഷ്യൽ മീഡിയയിൽ ബ്ലോഗ് അയച്ചു. എന്തൊരു നാണമില്ലാത്ത നമ്മുടെ ഈ സ്ത്രീവർഗത്തിന് അല്ലെ, കേരളത്തിലെ സ്ത്രീവർഗങ്ങൾക്ക് നാണക്കേട് വരുത്തുന്ന ഒരു പെൺകുട്ടി ഇത്രയും വൃത്തികേട് കാണിക്കേണ്ട വല്ല കാര്യമുണ്ട്? എത്രയോ പേര് കാണുന്ന അല്ലെ, ടി വിയിലായാലും മൊബൈലിലായാലും കുട്ടികളൊക്കെ ഇത് കാണുന്നുണ്ട്. കുഞ്ഞു കുട്ടികളൊക്കെ ഇത് കാണുന്ന ഒരുപാട് പേരുണ്ട് ഇങ്ങനത്തെ ബ്ലോഗൊക്കെ. ഈ പെൺകുട്ടിയുടെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു തെറ്റായ കാര്യം ആളുകളിലേക്ക് എത്തിക്കുമല്ലേ ഈ കുട്ടി. ഇങ്ങനെയുള്ള തെറ്റായ ഇൻഫർമേഷനൊക്കെ കൊടുക്കാൻ പാടുണ്ടോ അല്ലെ? ഇത്രയും വൃത്തികേട് ശരീരം പ്രദർശിപ്പിക്കുക, അല്ലെങ്കിൽ സ്പായിൽ പോവുക, മസാജ് സെന്ററിൽ പോവുക, അത് ചെയ്യുന്ന വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, അത് എന്നിട്ട് കാണിക്കുക. ഇത്രയും നമ്മുടെ കേരളത്തിന് ചേരുന്ന ഒരു സംഭവമാണോ? നമുക്കത് ചിന്തിക്കാൻ എന്താ സംഭവിച്ചത്. ഒന്നും കൂടെ അടുത്ത വിഷയം കൂടെ ഒന്നും കൂടെ ഇടാം. നമുക്ക് ആ വിഷയം കൂടെ നമുക്ക് കാണാം. ഞാൻ പറയാൻ വന്ന ഇതാണ് കേട്ടോ, ഈ ലോകത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി, ഈ ലോകത്തിലെ ഒറ്റയ്ക്ക് ഏത് രാജ്യത്തും ഏത് പാതിരാത്രിയിലും ഒറ്റയ്ക്ക് പോകുന്നൊരു പെൺകുട്ടി. അങ്ങനെ വേണം ആ പെൺകുട്ടിയെ വിശേഷിപ്പിക്കാൻ. ഒരാൺതുണയില്ലാതെ. നമ്മളൊക്കെ വർഷങ്ങളായിട്ട് ചിന്തിച്ചു പോരുന്ന ഒരു കാര്യം, പെണ്ണിന് ആൺതുണ വേണം, സഹായത്തിന് വേണം, ഇതൊക്കെ എന്നുള്ളൊരു ആ കൺസെപ്റ്റൊക്കെ മാറ്റിവെച്ച് ഒരു പെൺകുട്ടി ഏതെങ്കിലും ഒരു രാജ്യം ആയിക്കോട്ടെ, കൂടുതൽ ആ പെൺകുട്ടി പോകുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോയി ഒറ്റയ്ക്ക്, ചിലപ്പോൾ ഭാഷ അറിയത്തില്ല, അവിടെ പോയി അവരുമായി മിങ്കിൾ ചെയ്ത് അവരുടെ കൂടെ താമസിച്ച് ഈ ഒരു കാര്യം എക്സ്പ്ലോർ ചെയ്യും. സ്പായിലും പോയി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതിൽ എന്താ നമ്മൾ ഈ വൃത്തികേടാണോ ഇല്ലയോ എന്നുള്ളത് വേറൊരു വിഷയം. ഈ പെൺകുട്ടിയുടെ ചങ്കൂറ്റത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ പെൺകുട്ടിക്ക് അത്രയും ഗട്സ് ഉള്ളതുകൊണ്ടാണ് ആ പെൺകുട്ടി ഇത് ചെയ്യുന്നത്. ഇതിലെന്തെങ്കിലും വൃത്തികേടുണ്ടോ ഇല്ലയോ എന്നുള്ള വൃത്തികേട് എന്നുള്ള ചിന്ത തന്നെ അവനവൻ്റെ മനസ്സിലില്ല. നിങ്ങളുടെ മനസ്സിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണോ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത്, അതായിരിക്കും നിങ്ങളുടെ വൃത്തികേടെന്ന് പറയുന്നത്. നിങ്ങൾ വൃത്തികേടായിട്ടാണ് ഒരു കാര്യം കാണുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് വൃത്തികേടായിരിക്കും അല്ലേ. ഇതിൽ വൃത്തികേടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ കാണുവാണെങ്കിൽ ഒരിക്കലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ മെന്റാലിറ്റി പോലെ ഇരിക്കും. ഒരു ചിത്രം കാണുന്നതായാലും ഈ പെൺകുട്ടി ചെയ്യുന്നതായാലും തെറ്റാണെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുകയാണ്, അതൊരു തെറ്റാണ്. ഇന്നത്തെ ഈ ലോകം മാറിയ കാലഘട്ടത്തിൽ ഇതൊരു തെറ്റാണോ പുള്ളിക്കാരി ചെയ്തതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു വൾഗറാരിറ്റി ആണോ ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ആ പെൺകുട്ടിയുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ശരികളാണ് അതൊക്കെ. അപ്പൊ നമ്മളും ചിന്തിക്കുക, എന്താണ് ഈ ലോകത്ത് നടക്കുന്നത്, ഇതൊക്കെ അനുവദനീയമാണോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ അനുവദനീയമാണ്, ഈ ലോകത്തുള്ളതല്ലേ, ഈ സംഭവങ്ങളൊക്കെ ഉള്ള ലോകത്തുള്ളതല്ലേ. അവരത് ചെയ്തുകൊണ്ട് അവർ തെറ്റുകാരാകുന്നില്ല ഒരിക്കലും. ഞാൻ തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും അവരെങ്ങനെയാണ് അവർ തെറ്റുകാരാകുന്നത്? ഇനി സോഷ്യൽ മീഡിയയിൽ ഇവരെ വേണേ വലിച്ചു കീറും. ഇത്രയും തൻ്റെടിയാണ്, അല്ലെങ്കിൽ ഇത്രയും എന്നാ പറയണ്ടേ, എന്നാ പെണ്ണാണ് ഇവളൊക്കെ ഒരു മലയാളികളെ പറയിപ്പിക്കാൻ വേണ്ടി
ഈ ലോകത്തിന് മുമ്പിൽ ഇങ്ങനെ ഈ വൃത്തികേടുകൾ കാണിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ പെൺകുട്ടി ലോകം കണ്ടു, ലോകത്തിന്റെ ആ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്ക് പല രാജ്യങ്ങളിലൂടെയും പോയിക്കൊണ്ടേയിരിക്കുന്നു. ആ പെൺകുട്ടിയുടെ ചങ്കുവെട്ടത്തെ അഭിനന്ദിച്ച മതിയാകും. പിന്നെ ഇതൊന്നും ഒരു വൃത്തികേടായിട്ട് അവൾ ചെയ്യുന്നതല്ല, അതൊന്നും നമ്മളെ കാണിക്കാൻ അവർ ചെയ്യുന്നു. അതിൽ വൃത്തികേട് നമ്മൾക്ക് തോന്നുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിന്റെ വൈകല്യമാണ്. എല്ലാം കാണുന്നത് നമ്മൾ ആ കണ്ണോടുകൂടെ കണ്ടാൽ ഈ ലോകത്തിൽ നടക്കുന്നതൊക്കെ തെറ്റാണ്. ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാം വൃത്തികേടാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളും ചിലപ്പോഴൊക്കെ ഈ വൃത്തികേടുകളൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടാവും. നമ്മളെ അല്ലെ ദൈവം കാണുന്നു എന്ന് പറഞ്ഞ പോലെ വേറൊരുവൻ കാണാനില്ലാത്തപ്പോൾ നമ്മൾ എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നു. നമ്മുടെ മൊബൈലിലായാലും നമ്മുടെ പേഴ്സണൽ സ്പേസിലായാലും അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നിടത്തായിരിക്കും നമ്മൾ കാണിച്ചു കൂടുന്ന പേക്കൂട്ടുകൾ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് അവനവനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള ഉത്തരവ് കിട്ടും. നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് ആണോ? ഒരിക്കലും മറ്റുള്ളവരെ കുറ്റം പറയാൻ കാര്യമില്ല. അതിൽ വൃത്തികേടാണ് നമ്മുടെ കണ്ണിന് തോന്നുന്നത്, അവനവന്റെ കണ്ണിൽ ഇതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. ഈ മാറിയ കാലഘട്ടത്തിനനുസരിച്ച് ആ പെൺകുട്ടി ധീരമായി മുന്നോട്ട് പോട്ടെ. ആ പെൺകുട്ടിയുടെ വീഡിയോകൾ അതിമനോഹരമാണ്. എല്ലാ ഭാവങ്ങളും നേരുന്നു. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.